സ്തോത്രം. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു സ്വാരസ്യമായ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുവാനിരിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൽ അതൊന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. സ്തോത്രം. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ കേക്ക് കാണാത്തവർ കണ്ടോളുക. എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു കർത്താവിൻ്റെ ദാസനാണ് ഫാദർ ബർക്ക്മൻസ്. കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന് ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുകയും ഒരുപാട് കർത്താവിൻ്റെ പാട്ടുകൾ പാടി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരുപാട് കർത്താവിൻ്റെ ദാസന്മാരുമുണ്ട്. പിറന്നനാൾ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബൈബിളെ മുറിക്കുന്നത് പോലെയാണ് ഈ ഒരു പിറന്നനാൾ ആഘോഷം നടത്തുന്നത് ഫാദർ ബർക്ക്മൻസ്. ഇതൊരു സംസാര വിഷയമാണ്, വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ പിറന്നനാൾ ആഘോഷം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കമൻ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതത്തിൽ അങ്ങനെ വിശ്വാസത്തിൽ ആഴമായിട്ടുള്ള ആ വിശ്വാസ ജീവിതം മുമ്പോട്ട് നയിക്കുന്ന ആ രീതി കാണിക്കുന്നതാണോ, എന്താണ് ഇതിൻ്റെ പ്രവർത്തനമെന്ന് അറിയില്ല. എന്ത് തന്നെയായാലും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ഉണ്ടെങ്കിലും അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സ്തോത്രം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ബർത്ത്ഡേ കേക്ക് എങ്ങനെയാണ് ഫാദർ ബർക്ക്മൻസ് രൂപപ്പെടുത്തി ആഘോഷിക്കുന്നുവെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം അങ്ങേർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രവൃത്തിയിൽ ന്യായീകരിക്കുവാൻ ഞാൻ അതിന് യോഗ്യനല്ല. ന്യായാധിപതി നമ്മുടെ കർത്താവാണ്. പലരും പലതരത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം, എന്തു തന്നെയായാലും പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. അനേകർ കർത്താവിൻ്റെ സുവിശേഷം അറിയാൻ ഇരിക്കുന്നു. ഇതിൽ ഒരുപാട് കർത്താവിൻ്റെ മർമ്മങ്ങളെ ഈ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനേകർ കേൾക്കണം, അനേകർ അത് കാണണം. കർത്താവ് അന്ധവിശ്വാസത്തിൽ കഴിയുന്ന ഒരു കൂട്ടം ജനത്തെ വിടിവിക്കുവാനാണ് ഈ ഒരു പ്രവൃത്തി എന്നിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവരും സഹായിക്കണം. കർത്താവിൻ്റെ വേല ശക്തമായി നടക്കട്ടെ. അതുപോലെ കർത്താവ് വരാറായി. അതിനുവേണ്ടി നാം ഉത്സാഹത്തോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യേണ്ടവരാണ്. എല്ലാവർക്കും ആ ഉത്തരവാദിത്തമുണ്ട്. എന്തുതന്നെയായാലും പ്രിയ സഹോദരങ്ങളെ, നാം ബർത്ത്ഡേ ആഘോഷിക്കുന്നു, എല്ലാം ചെയ്യുന്നു, ശരി തന്നെ. എന്ത് ചെയ്താലും ശരി, കർത്താവിൻ്റെ നാമം ഒരിക്കലും ദുഷിക്കപ്പെടുവാനിടയാകരുത്. കർത്താവിൻ്റെ വചനം അപമാനിക്കപ്പെടരുത്. ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കും, ഒരു ബൈബിളെ മുറിക്കുന്നത് പോലെയാണ് അങ്ങേര് ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അങ്ങേര് കർത്താവിൻ്റെ വേല ചെയ്യുന്ന വ്യക്തിയും കൂടെയാണ്. ഒരു പുരോഹിതനാണ്. വിശ്വാസത്തിലേക്ക് വന്ന് കർത്താവിൻ്റെ ഒരുപാട് പാട്ടുകൾ നല്ല കേൾക്കുവാൻ നല്ല പാട്ടുകളാണ് തമിഴിൽ ഒരുപാട് അങ്ങേര് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി പല സ്ഥലങ്ങളിലും പോകുന്നതും അങ്ങനെ പലരും ബഹുമാനിക്കപ്പെടേണ്ടതുമായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തു തന്നെയായാലും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്ക ലേഖനത്തിൽ ഒരു 2 തെസലോനിക്കർ 3:8 വാക്യത്തിൽ
ഒരു വാക്യം അത് ഞാൻ വായിക്കുന്നുണ്ട്, നിങ്ങളത് കേൾക്കുക. സ്തോത്രം. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകർ വേല ചെയ്ത് പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിന് അത്രേ. സ്തോത്രം. അപ്പോൾ എല്ലാത്തിനും അധികാരമുണ്ടായിരുന്നുവെങ്കിലും അവർ അവരുടെ ജീവിത രീതി നമുക്ക് മാതൃകയാക്കി തരേണ്ടതിനാണ് ഇങ്ങനെ ചെയ്തുവെന്ന് ഉള്ള ഭാഗം ഞാനിത് വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ വിശ്വാസ ജീവിതം നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മളെ വിശ്വാസം കൊണ്ട്, നമ്മളെ ജീവിത രീതി കൊണ്ട്, നമ്മളെ സ്വഭാവം കൊണ്ട് എപ്പോഴും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയാകണം. ഒരിക്കലും ദുഷിക്കപ്പെടുവാനിടയാകരുത്. അതാണ് ക്രിസ്തീയ ജീവിതം. പാപമില്ലാത്ത നീതിമാനായ പരിശുദ്ധനായ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി വെടിഞ്ഞ് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ എത്രമാത്രം വേദന അനുഭവിച്ചുവെന്ന് നാം എപ്പോഴും ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്താലും ശരി, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നു, പലതരത്തിലും നമ്മൾ ഈ ഭൂമിയിൽ ആഘോഷങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്താലും കർത്താവിൻ്റെ നാമം മാത്രം ദുഷിക്കപ്പെടുവാനിടയാകരുത് എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടരുത്. നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കരുത് ആരും. സ്തോത്രം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം പറയണമേ. സ്തോത്രം. അതുപോലെ ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അനേകർ ഇത് കാണട്ടെ. ഇതിൽ അനേക കർത്താവിൻ്റെ മർമ്മങ്ങളുണ്ട്. അത് ജനങ്ങൾ കേൾക്കണം. അന്ധവിശ്വാസത്തിൽ കഴിയുന്ന അനേകർ വിശ്വാസത്തിൽ വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ സഹായിക്കുക. നിങ്ങളെക്കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റത്തില്ലേ? കർത്താവിന് വേണ്ടി ഇതിനെ ഒന്ന് ഷെയർ ചെയ്ത് അനേകർക്ക് അത് കൊടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. സാധിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് അനേകർ അത് കേൾക്കുകയും അന്ധവിശ്വാസത്തിൽ നിന്ന് അവർ വിശ്വാസത്തിലേക്ക് വന്ന് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ രാജ്യത്തിൽ അവർ അവകാശികളായി തീരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുക. സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.